അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുട്ടി കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി കണ്ടെത്തൽ. ഡോക്ടേഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതൃ സഹോദരനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ ഉപദ്രവിച്ചു വരുന്നതിനായി പ്രതി പോലീസിന് മൊഴി നൽകി. വിവരം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ തന്നെ തല്ലിയതായും പ്രതിയുടെ മൊഴിയുണ്ട്. 4 വയസ്സുകാരി അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി എന്ന വിവരം പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയുടെ പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി പ്രതി കുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വീട്ടിൽ ലഭിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചത്. കുട്ടി അമ്മയോട് ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ പ്രതിയെ തല്ലിയതായും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുണ്ടായിരുന്ന കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത്. ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം മുന്നിൽ വെച്ച് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. രാത്രിയിൽ കുട്ടിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പ്രതി കുട്ടിയെ കൂടുതലും ഉപദ്രവിച്ചിരുന്നത്. 10ലധികം തവണ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പ്രതി മൊഴി നൽകി. കുട്ടി അമ്മയോട് പീഡന വിവരം പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. പോക്സോ ബാലനീതി നിയമപ്രകാരമാണ് നിലവിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന അമ്മ നൽകുന്ന ഓരോ മൊഴിയും കേസിൽ നിർണായകമാണ്. കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതൃ സഹോദരനെയും ഉടനെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസന്വേഷണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.